വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് പോവാം. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു മുറി നാളികേരത്തിൻ്റെ പകുതിയുടെ പകുതി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ നന്നായി അടിക്കണം. അതുപോലെ ഒരു 5 പച്ചമുളകും. നമുക്ക് കുറച്ച് വെള്ളം ഇതിലൊഴിക്കുക. നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടിൻ്റെ അതിൽ കുറച്ച് കടുകിടാം. കുറച്ച് വേപ്പില, ഒരു സവാള നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ചെറുതായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. നമ്മൾ വെച്ച സവാളയൊക്കെ ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പിടാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 സ്പൂൺ ഗരം മസാല, എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടുന്നു. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ്, അതിടുന്നു. നന്നായിട്ട് മിക്സാക്കാം. ഒരു തക്കാളി ചെറുതായി മുറിച്ചത് അതിടാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. പിന്നെ കുറച്ച് കപ്പലണ്ടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതൊരു സ്പൂൺ ഇടാം. നമ്മുടെ അതിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ മിക്സിയിൽ അടിച്ച് വെച്ച നാളികേരം പച്ചമുളകും ഇതിൽ വീഴ്ത്താം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു താളിപ്പ് വേണം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്താം. ഒരു സ്പൂൺ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതിടാം. പിന്നെ ഒരു 6 വറ്റൽമുളകും ഒരു കുറച്ച് വേപ്പിലയും ഇടാം. നന്നായി ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ വെച്ച ചുവന്നുള്ളി നന്നായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഗ്രീൻ പീസ് കറിയിലേക്ക് ഇടാം.
അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഗ്രേവി വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.